Okay, 20 minutes ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. All right. What I can do, I'll do. All right. So, last class, we did not complete the excretory system. So, first we'll do the, turn to page number, all of you, 292. That is the structure of the kidney. So, we know kidney is having, so nearly 1 million complex structure. That is called the nephrons. Nephrons are called the structural and functional unit of the kidney. So we know each nephron is having two parts. Okay, one is a glomerulus, another is called a renal tubule. Glomerulus പറഞ്ഞാൽ കപ്പ് പോലത്തെ ഭാഗമാണ് glomerulus. അതിന്ന് വരുന്ന ഒരു തണ്ട് പോലത്തെ സാധനമാണ് renal tubule. Glomerulus is a tuft of capillaries formed by the afferent arteriole, that is a branch of the renal artery, and it is carried by the efferent arteriole. അപ്പോൾ ഈ കപ്പിൻ്റെ ഉള്ളിലേക്ക് രണ്ട് ബ്ലഡ് വെസൽ വരുന്നുണ്ട്. ഒന്ന് റീനൽ ആർട്ടറിയുടെ ബ്രാഞ്ച്, ഒന്ന് റീനൽ വെയിനിൻ്റെ ബ്രാഞ്ച്. ഒന്ന് ബ്ലഡ് കൊണ്ടുവരണം, ഒന്ന് ബ്ലഡ് തിരിച്ചു കൊണ്ടുപോകണം. So the renal tubule begins with a double walled cup-like structure called Bowman's capsule. ആ ചിത്രം കണ്ടോ ഞങ്ങളെല്ലാവരും? ഫിഗർ 19.3 on page number 292. ടെക്സ്റ്റില്ല എല്ലാവരും? ആ ഫിഗർ നോക്കിക്കോളൂ. ഒരു കപ്പ് പോലെ കാണുന്നുണ്ട്. അതിൻ്റെ പേരാണ് ബോമാൻസ് ക്യാപ്സ്യൂൾ. അതിൻ്റെ ഉള്ളിലാണ് ഗ്ലോമെറുലസ് ഇരിക്കുന്നത്. സോ ദിസ് ഈസ് കോൾഡ് മാൽഫീജിയൻ ബോഡി ഓർ ഇറ്റ് ഇസ് കോൾഡ് റീനൽ കോർപ്പസിൽ. പിന്നെ ഇതിങ്ങനെ താഴേക്ക് വരുമ്പോൾ ഞങ്ങൾ കണ്ടോ PCT എന്ന് പറഞ്ഞിട്ട് പ്രോക്സിമൽ കൺവലേറ്റഡ് ടിബ്യൂൾ. ആദ്യം തുടക്കം ഇതിൻ്റെ ഈ ഇതിൻ്റെ നെഫ്രോണിൻ്റെ ആദ്യത്തെ തുടക്കമുള്ള ഭാഗത്തിൻ്റെ പേരാണ് PCT, പ്രോക്സിമൽ കൺവുലേറ്റഡ് ടിബ്യൂൾ. പിന്നെ അതിങ്ങനെ താഴേക്ക് വന്ന് ഒരു നാര് പോലെ ഒരു ഹെയർ പിൻ ഷേപ്പ് വരും. ദാറ്റ്സ് കോൾഡ് ഹെൻലീസ് ലൂപ്പ്. അതിൽ അസെൻഡിങ് ഡിസെൻഡിങ് ലിംബ്. അസെൻഡിങ് പറഞ്ഞാൽ ഇങ്ങനെ മുകളിലേക്ക് കയറുക, ഡിസെൻഡിങ് പറഞ്ഞാൽ താഴേക്ക് വരിക. അങ്ങനെ രണ്ട് ലിംബുണ്ട്. ഈ അസെൻഡിങ് ലിംബ് കണ്ടിന്യൂസ് ആസ് അനദർ ഹൈലി. പിന്നെ ഇതിങ്ങനെ മുകളിലേക്ക് പോയിട്ട് പിന്നെ വരുന്ന ടിബ്യൂളിൻ്റെ പേരാണ് DCT. അതിൻ്റെ പേരാണ് ഡിസ്റ്റൽ കൺവുലേറ്റഡ് ടിബ്യൂൾ. അപ്പോൾ നമുക്ക് രണ്ട് ട്യൂബ്യൂളാണ്, PCT, DCT. PCT പറയുന്ന പ്രോക്സിമൽ കൺവുലേറ്റഡ് ടിബ്യൂൾ, DCT പറയുന്ന ഡിസ്റ്റൽ കൺവുലേറ്റഡ് ടിബ്യൂൾ. അങ്ങനെ രണ്ട് ട്യൂബ്യൂൾസ് ഉണ്ട്. Then after that the DCTs of many nephrons open into the collecting duct. ഈ DCT ഓപ്പൺ ചെയ്യുന്ന കളക്ടിങ് ഡക്റ്റിലേക്കാണ്, അവിടെയാണ് നമ്മൾ യൂറിൻ വരുന്നത്. സോ ദേ ഓൾ ഓപ്പൺ ദെയർ ആൻഡ് ദെൻ ദേ റീച്ച് ദ റീനൽ പെൽവിസ്. ചിത്രം കണ്ടോ ഞങ്ങൾ ആ കിഡ്നിയുടെ ചിത്രത്തിലെ റീനൽ പെൽവിസിലെത്തി. പെൽവിസിനാണ് യൂറിറ്റർ കൂടെ വന്ന് ബ്ലാഡറിൽ സ്റ്റോർ ചെയ്ത് ബ്ലാഡറിന്ന് നമ്മളുടെ ബ്രെയിന് നമുക്കതിന്ന് പുറത്തേക്ക് കൊടുക്കാനുള്ള ഏർജ് വരും, മെസ്സേജ്. അപ്പോഴാണ് യൂറിൻ പുറത്തേക്ക് പോകുന്നത്. So the malphigian corpuscle, PCT, DCT of the nephron, ഇവരൊക്കെ കാണുന്നത് കോർട്ടിക്കൽ റീജിയൻ ഓഫ് ദ ഇതിലാണ്, ഹെൻലീസ് ലൂപ്പിലാണ് കാണുന്നത്, റീജിയൻ ഓഫ് ദ കിഡ്നി. ഇപ്പോൾ ഹെൻലീസ് ലൂപ്പ് കാണുന്നത് മെഡ്യൂളിലാണ്. ഓളെ അപ്പോൾ ദ മാൽഫീജിയൻ കോർപ്പസിൽ, PCT, DCT ഇവരൊക്കെ കോർട്ടെക്സ് റീജിയൻ ഓഫ് ദ കിഡ്നി. രണ്ട് റീജിയനാണ് കിഡ്നിക്ക്, ഒന്ന് കോർട്ടെക്സും ഉള്ളിൽ മെഡ്യൂളയും. ഹെൻലീസ് ലൂപ്പ് പറയുന്നത് ആ നാല് പോലെയുള്ള അസെൻഡിങ് ഡിസെൻഡിങ് ലിംബ്. അത് കാണുന്നത്, ആ ലിംബ് കാണുന്നത് മെഡ്യൂലയിലാണ്. ഇൻ മെജോറിറ്റി ഓഫ് നെഫ്രോൺസ് ദ ലൂപ്പ് ഓഫ് ഹെൻലീസ് ടു ഷോർട്ട്. അപ്പോൾ മിക്ക നെഫ്രോണിലും ഈ ഹെൻലീസ് ലൂപ്പ് പറഞ്ഞ ഒരു ചെറിയൊരു നാര് പോലെ സാധനമാണ്. അപ്പോൾ ഇത് കുറച്ച് ഭാഗേ ഇറ്റ് എക്സ്റ്റെൻസ് ഓൺലി വെരി ലിറ്റിൽ ഇൻ ടു ദ മെഡ്യൂല. അപ്പോൾ അങ്ങനത്തുള്ള നെഫ്രോൺസിൻ്റെ പേര് കോർട്ടിക്കൽ നെഫ്രോൺസ്. അപ്പോൾ നെഫ്രോൺസിൻ്റെ മെജോറിറ്റി അതെന്താണ്, ഒരു 2 ഷോർട്ടാണ്. അതിലൊരു ചെറിയ ഭാഗമാണ് മെഡ്യൂലിൽ എത്തുന്നത്. അതിൻ്റെ പേരാണ് കോർട്ടിക്കൽ നെഫ്രോൺസ്. ഇൻ സം നെഫ്രോൺസ് ദ ലൂപ്പ് ഓഫ് ഹെൻലി ഈസ് വെരി ലോങ്. വളരെ നീളും, അത് മെഡ്യൂലർ റീജിയൻ കംപ്ലീറ്റ് കവർ ചെയ്തു പോവും. അതിൻ്റെ പേരാണ് ജക്സ്റ്റാ മെഡ്യൂലറി നെഫ്രോൺസ്. മെഡ്യൂലർ റീജിയനിൽ വരുന്നതിൽ ആ പേരുണ്ടാവും, മെഡ്യൂലറി എന്ന് കാണും പേര്. അപ്പോൾ ജക്സ്റ്റാ മെഡ്യൂലറി നെഫ്രോൺസും കോർട്ടിക്കൽ നെഫ്രോൺസും. സോ ദ ഹെൻലീസ് ലൂപ്പ് ഇസ് ടു ഷോർട്ട്, എക്സ്റ്റെൻഡ്സ് very little into the medulla. It is called cortical nephrons. The loop of the Henle is very long and enters completely into the medulla. It is called juxtamedullary nephrons.
അതിനാണ് JM എന്ന് പറയും. അപ്പോൾ ഈ എഫറൻറ്റ് ആർട്രിയോൾ എമേർജിങ് ഫ്രം ദ ഗ്ലോമെരുലസ് ഇവരൊരു നെറ്റ്വർക്ക് ഫോം ചെയ്യുന്നുണ്ട്. ആ ഒരു നെറ്റ്വർക്ക് കണ്ടോ ഞങ്ങൾ? ഒരു ബ്രൗൺ കളറിലുള്ള നെറ്റ്വർക്ക്, ആ മഞ്ഞയുടെ മേലെ ഒരു ബ്രൗണ്, അതാണ് പെരിട്യൂബുലാർ കാപ്പിലറീസ്. ഇതിലത്തെ ഒരു നെറ്റ്വർക്ക് നമ്മൾ ഹെൻലീസ് ലൂപ്പിൽ നിന്ന് യു ഷേപ്പ് എടുക്കുന്നുണ്ട്. ദാറ്റ് ഇസ് കോൾഡ് വാസ റെക്റ്റ. ഇത് ആബ്സെൻ്റ് ആണ്, ഇല്ലെങ്കിൽ ഹൈലി റെഡ്യൂസ്ഡ് ആണ് കോർട്ടിക്കൽ നെഫ്രോൺസിൽ. So in cortical nephrons it is either absent or it is very small. അപ്പോൾ ഇതാണ് നമ്മളുടെ ബോമാൻസ് ക്യാപ്സ്യൂള്. അഫ്രൻറ്റ്, ഇഫ്രൻറ്റ്, proximal convoluted tubule, DCT is distal convoluted tubule. Now urine formation. Urine formation involves 3 steps. ഒന്ന് glomerular filtration, another is called reabsorption, third is called secretion. ഇത് മൂന്നും ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ നെഫ്രോണിലാണ് ഉള്ളത്. എന്താണ് യൂറിൻ ഫോർമേഷന്? 3 പ്രോസസ്സാണ്: ഗ്ലോമെരുലാർ ഫിൽട്രേഷൻ, റീഅബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷൻ. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ യൂറിൻ ഫോർമേഷൻ ഫിൽട്രേഷൻ ആണ്. ആദ്യം ബ്ലഡിനെ ഫിൽട്ടർ ചെയ്യാണ്. അത് carried out by the glomerulus and is called glomerular filtration. ഗ്ലോമെരുലസ് അത് ചെയ്യണോണ്ട് അതിൻ്റെ പേര് ഗ്ലോമെരുലാർ ഫിൽട്രേഷൻ എന്നാണ് പേര്. On an average 1100 to 1200 ml of blood is filtered by the kidneys per minute. ഒരു മിനിറ്റിൽ 1100-1200 ml ആണ് ഫിൽട്ടർ ചെയ്ത് പോകുന്നത്. അത് ഏതാണ്ട് 1/5 of the blood pumped out by each and ventricle of the heart in a minute. നമ്മൾ വെൻട്രിക്കിൾ ബ്ലഡ് പമ്പ് ചെയ്യണ പോലെയാണ് ഇവിടെ നടക്കുന്നത്. The glomerular capillary blood pressure causes filtration through 3 layers. അപ്പോൾ ഈ ഇതിൽ കൂടി ഫിൽട്രേഷൻ 3 ലെയർ കൂടി കടക്കുന്നുണ്ട്. എൻഡോത്തീലിയം ഓഫ് glomerular blood vessel, എപ്പിത്തീലിയം ഓഫ് ബോമാൻസ് ക്യാപ്സ്യൂൾ, പിന്നെ ഒരു ബേസ്മെൻറ്റ് മെംബ്രെയിൻ ബിറ്റ്വീൻ ദ 2 ലെയേഴ്സ്. അപ്പോൾ പുറത്ത് ഗ്ലോമെരുലാസ് ഫിൽറ്ററിൻ്റെ ഒരു ലെയറുണ്ട്, ഡബിൾ ലെയർഡാണ്. ആ ഡബിൾ ലെയർഡ് കൂടി കടന്നിട്ട് വേണം ഈ ബ്ലഡ് ബേസ്മെൻറ്റ് മെംബ്രെയിൻ കൂടി കടന്നിട്ട് വേണം ഈ ബ്ലഡ് ഇത് താഴേക്ക് ഇറങ്ങി വരുന്നത്, ഫിൽട്രേറ്റ് സാധനങ്ങൾ. The epithelial cells of Bowman's capsule called podocytes are arranged in an intricate manner to leave some minute spaces or slit pores. ഈ പോഡോസൈറ്റ് എന്ന് പറയുന്നത് ബോമാൻസ് ക്യാപ്സ്യൂളിൽ ചെറിയ ചെറിയ സ്പേസ് ഉള്ള ഒരു ഭാഗമാണ്. അതിലൊരു ഓട്ടയുണ്ട്. ആ ബ്ലഡിൽ കൂടിയിട്ടാണ്, ആ പോറ് കൂടിയിട്ടാണ് ബ്ലഡ് കടന്ന് ഉള്ളിലേക്ക് വരുന്നത്. അപ്പോൾ ബ്ലഡ് ഇസ് ഫിൽട്ടേർഡ് സോ ഫൈൻലി ത്രൂ ദ മെംബ്രെയിൻ ദാറ്റ് ദ പ്ലാസ്മ except the proteins pass into the Bowman's capsule. അപ്പോൾ എല്ലാ സാധനങ്ങളും ഒന്നും താഴേക്ക് ഇറങ്ങി വരില്ല, കുറച്ച് സാധനങ്ങളെ താഴേക്ക് ഇറങ്ങുള്ളൂ. അത് വെള്ളത്തിൽ അലിയുന്ന സാധനങ്ങളും ആയിരിക്കണം. ബാക്കി മുഴുവൻ അത് തിരിച്ച് ബോഡി അതിനെ കൊണ്ടുപോകും. ബിക്കോസ് ഇറ്റ് കനോട്ട് പാസ് ത്രൂ ദിസ് മൈന്യൂട്ട് പോസ്. ദ amount of the filtrate formed by the kidney per minute. ഒരു മിനിറ്റിൽ ഈ ഫിൽട്രേറ്റ് ഉണ്ടാക്കുന്നതിന് GFR എന്ന് പറയും, ഗ്ലോമെരുലാർ ഫിൽട്രേഷൻ റേറ്റ്. ഇത് ഏതാണ്ട് 125 ml ഒരു മിനിറ്റിൽ ചെയ്യുന്നുണ്ട്. The kidneys have built-in mechanism for the regulation of glomerular filtration rate. One such efficient mechanism is carried out by juxtaglomerular apparatus. അതിനെയാണ് JGA എന്ന് പറയണത്. That is juxtaglomerular apparatus. അപ്പോൾ ഇത് ഒരു സ്പെഷ്യൽ സെൻസിറ്റീവ് റീജിയൻ ആണ്. സെല്ലുലാർ മോഡിഫിക്കേഷന് ഇത് ഡിസ്റ്റൽ കൺവലേറ്റഡ് ട്യൂബ്യൂലും അത് വന്നിട്ട് ഇഫ്രണ്ട് ആണ് റീനൽ വെയിനിലേക്ക് കോണ്ടാക്റ്റ് ആണ്. എ ഫോൾ ഇൻ ദ GFR, ഈ റേറ്റ്, ഈ ഫിൽട്രേഷൻ്റെ റേറ്റിലൊരു ഫോൾ വന്നാൽ അത് JG സെൽസിനെ റെന്നിൻ പറഞ്ഞത് എൻസൈമ് പ്രൊഡ്യൂസ് ചെയ്യാൻ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ ഗ്ലോമെരുലാർ ബ്ലഡ് ഫ്ലോവും ദെയർബൈ ദ GFR ബിക്കംസ് നോർമൽ. പിന്നെ എ വോള്യൂം ഓഫ് ദ ഫിൽട്രേറ്റ് ഫോം പെർ ഡേ, ഒരു ദിവസത്തിൽ 108 ലിറ്ററാണ് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യണത്. പക്ഷെ നമ്മൾ റിലീസ് ചെയ്യേണ്ടത് 1.5 liters ഓഫ് യൂറിനേ ഉള്ളൂ. ദാറ്റ് മീൻസ് 99% ഓഫ് ദ ഫിൽട്രേറ്റ് ഹാസ് ടു ബി റീഅബ്സോർബ്. ദിസ് പ്രോസസ് ഇസ് കോൾഡ് റീഅബ്സോർപ്ഷൻ. അപ്പം നമ്മൾ ഈ ബ്ലഡ് കൂടി ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ്, പിന്നെ
വാട്ടർ, പിന്നെ യൂറിയ, യൂറിക് ആസിഡ് എല്ലാം കടന്നു വരും. അതിൽ കൂടി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മുഴുവൻ 99% സാധനങ്ങളും വേണ്ടതാണ്. അത് മുഴുവൻ ബോഡി വലിച്ചെടുക്കും. അതിൽ ബാക്കിയുള്ള കുറച്ച് ശതമാനമാണ് ഇറ്റ് ഗീവ്സ് ഔട്ട് ഇൻ ദ ഫോം ഓഫ് യൂറിൻ. അപ്പോൾ യൂറിനിൽ കുറച്ച് വേസ്റ്റും കുറച്ച് സാധനങ്ങളേ ഉണ്ടാവുള്ളൂ. The tubular epithelial cells in different segments of nephron perform active or passive mechanism. For example, substances like glucose, amino acids, sodiums are reabsorbed actively. ഇങ്ങനെ സോഡിയം, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ് നമ്മുടെ ശരീരത്തേക്ക് വേണ്ടതാണ്. അത് മുഴുവൻ തിരിച്ചു വലിച്ചെടുക്കും. നൈട്രോജനസ് വേസ്റ്റാണ്, അത് ആവശ്യമില്ലാത്ത അതാണ് ഈ കളക്ടിങ് ഡക്റ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ റീഅബ്സോർപ്ഷൻ ഓൾസോ ടേക്സ് പ്ലേസ്. During urine formation, the tubular cells secrete hydrogen, potassium and ammonia into the filtrate. Tubular secretion is an important step in urine formation. അതാണ് ഈ സോൾട്ടും വാട്ടറിനെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ആ സമയത്ത് നമ്മളുടെ യൂറിൻ ട്യൂബുലാർ സെൽസ് ഹൈഡ്രജൻ, പൊട്ടാഷ്യം, അമോണിയ ഇങ്ങനത്തുള്ള സാധനങ്ങൾ ഉൽപ്പാദിക്കും, സെക്രീറ്റ് ചെയ്യും. എന്നിട്ട് ആണ് നമ്മുടെ യൂറിൻ്റെ ആ അയോണിക്കും ആസിഡ് ബേസ് ബാലൻസും ചെയ്യണത്. Only then this waste called urine is formed, which contains 99% of water, 1% of various salts like urea, uric acid. ആവശ്യമില്ലാത്ത വേസ്റ്റ് ആണ് നമ്മൾ യൂറിറ്ററിൽ എത്തിച്ച യൂറിറ്ററിന്ന് യൂറിനറി ബ്ലാഡറിൽ വന്ന് സ്റ്റോർ ചെയ്ത് യൂറിനറി ബ്ലാഡറിന് നമ്മളത് പുറത്തേക്ക് കളയുകയാണ്. അപ്പോൾ ഇതും കൂടി ഉണ്ട് നമ്മളുടെ ഈ ചാപ്റ്ററിന് ഫോക്കസ് ഏരിയ. ഫിഗേഴ്സൊക്കെ നോക്കിക്കോളൂ കേട്ടോ, ഇതൊക്കെ പരീക്ഷയ്ക്ക് വരുന്നതാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഇതിലത്തെ ഒന്ന് പറയൂ, ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല. ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ ആരെങ്കിലും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഫോക്കസ് ഏരിയ ഹാവ് യു ഓൾ മാർക്ക്ഡ്? ഹാവ് എനി വൺ ഓഫ് യു മാർക്ക്ഡ്? മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ടെൽ മീ വിച്ച് ആർ ദ പോർഷൻസ്. ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ I'll take now. 18.1.3.1 ABO. 18.1.3. Okay, blood groups. Then ടേബിൾ പഠിച്ചേക്കാൻ മെയിൻ ആയിട്ട് ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ടേബിൾ ഓക്കെ. പിന്നെ 18.1.3.2 RH ഗ്രൂപ്പിംഗ് ഉണ്ട്. RH ഗ്രൂപ്പിംഗ് ഉണ്ട്. ഓക്കെ. 18.1.4 coagulation of blood. coagulation of blood. Then 18.3.1 human circulatory system. human circulatory system. Okay. പിന്നെ 18.3.2 cardiac cycle. 18.3.3 ECG. ECG. and disorders 18.6. Okay, disorder. അപ്പോൾ നമുക്ക് പുറകുന്ന് വരാം. അപ്പോൾ തീർക്കാൻ നോക്കാം. Then we'll do one thing. നമ്മളിപ്പോൾ മാക്സിമം എടുക്കാൻ നോക്കാം 11 ചാപ്റ്റേഴ്സ് ഈ ഒരു മാസം കൊണ്ട് തന്നെ എടുത്ത് തീർക്കണം. വിൽ ട്രൈ മാക്സിമം, ബിക്കോസ് സെപ്റ്റംബറിൽ ഞങ്ങൾ എക്സാം അല്ലേ. അപ്പം നമുക്ക് ഈ 2 ചാപ്റ്ററിൽ പരീക്ഷ നടത്തിയാലോ? Yes, ma'am. All of you agree? 2 chapters will conduct exam on the days when we are having biology class. അപ്പോൾ ആഴ്ചയിൽ 3 ക്ലാസ് കിട്ടുമല്ലോ നമുക്ക്, 3 പീരീഡ് ഉണ്ടല്ലോ, മൺഡേ, ഫ്രൈഡേ, സാറ്റർഡേ. അപ്പോൾ നമ്മൾ ഒരു ആഴ്ചയിൽ ഒരു 3 ക്ലാസ് ഈ 2 ചാപ്റ്റർ ഇട്ട് 6 ചാപ്റ്റർ കഴിയും. പിന്നെ അടുത്ത ആഴ്ചയും വേണമെങ്കിൽ ഒരു 2 ദിവസം ഇട്ടാൽ അടുത്ത ആഴ്ച, അതിൻ്റെ അടുത്ത ആഴ്ചയായിട്ട് ഈ മാസം അവസാനം ആകുമ്പോഴേക്കും നമ്മൾ ഒരു ഫസ്റ്റ് ചാപ്റ്റർ വിടാം. ബിക്കോസ് ഫസ്റ്റ് ചാപ്റ്റർ ഇസ് നോട്ട് ദാറ്റ്, ഓൺലി 1 or 2 points, ദാറ്റ് നോ പ്രോബ്ലം. സോ ഷാൽ വി സ്റ്റാർട്ട് ഫ്രം ബിഹൈൻഡ്? അപ്പം നമുക്ക് എന്ന് നടത്താം? ടുമോറോ ഈവനിങ് ഷാൽ ഐ സെൻഡ് ഇൻ വാട്സാപ്പ്? നാളെ ഫിസിക്സ് ആണ് ടീച്ചർ, ടെസ്റ്റ് ഉണ്ട് എപ്പോഴും. ടെസ്റ്റ്, ഫിസിക്സ് ടെസ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ എന്നാ തരേണ്ടത് പറയൂ? ഷാൽ ഐ ഗിവ് യു എ ടെസ്റ്റ് ഓൺ മൺഡേ? മൺഡേ മാത്സ് ഉണ്ട് ടീച്ചർ. അപ്പം പിന്നെ ഞാൻ എപ്പോൾ തരും പറയൂ? ട്യൂസ്ഡേ തരട്ടെ എന്നാ? ട്യൂസ്ഡേയും ഫ്രൈഡേയും 2 ദിവസവും തരട്ടെ അടുത്ത ആഴ്ച? സോ ദാറ്റ് ഈസ് ലാസ്റ്റ് 2 ചാപ്റ്റേഴ്സ് കേട്ടോ. ദാറ്റ് ഈസ് 50. ഈ വർഷം ഞങ്ങൾക്ക് ഡബിൾ മാർക്കിംഗ് ഉണ്ടാവുമോ? ഡബിൾ മാർക്കിംഗ് പറഞ്ഞാൽ എന്താണ് ഒന്നും പറഞ്ഞിട്ടില്ലേ. ഗവൺമെൻറ് ഹസ് നോട്ട് ഗിവൻ us any ഇൻഫർമേഷൻ. വല്ലാത്തൊരു ബുദ്ധിമുട്ടായിക്കോല്ലോ നമുക്ക്, അതാണ് വലിയൊരു പ്രശ്നം തന്നെയാണ്. സോ they have not given us. എക്സാം ഉണ്ടെങ്കിൽ സ്കൂളിൽ വന്ന് ടീച്ചർ എഴുതുക? സ്കൂളിൽ വന്ന് എഴുതണം. നിങ്ങൾ മാത്രം സ്കൂളിൽ വന്ന് എഴുതും.
അപ്പം നമുക്ക് കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻറ്റഗ്രേഷൻ ആ ഫോക്കസ് ഏരിയ, പിന്നെ നമുക്ക് ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, ഈ 2 ചാപ്റ്ററാണ് വി ആർ ഹാവിങ് ഇറ്റ് ഓൺ ട്യൂസ്ഡേ. പിന്നെ തേഴ്സ്ഡേ ഓണം ആയിട്ടില്ലല്ലോ, ഇല്ല, ഓണം ഈ ആഴ്ച, അതിൻ്റെ അടുത്ത ആഴ്ചയല്ലോ ഓണം. തേഴ്സ്ഡേ ഐ വിൽ ഗിവ് യു എ ടെസ്റ്റ് ഓൺ ദ നെക്സ്റ്റ് 2 ചാപ്റ്റേഴ്സ്. അത് ഏതൊക്കെയാണ്? ന്യൂറൽ ടീച്ചർ പറഞ്ഞില്ലേ ഇപ്പോൾ? ന്യൂറൽ പറഞ്ഞു. ഇനി വരുന്നത് അടുത്ത 2 ചാപ്റ്റർ ലോക്കോമോഷൻ ആൻഡ് എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ്. ലോക്കോമോഷൻ എക്സ്ക്രീറ്ററി നെക്സ്റ്റ് തേഴ്സ്ഡേ ഐ ഗിവ് യു കേട്ടോ. അപ്പോൾ ട്യൂസ്ഡേ വി ആർ ഹാവിങ് ന്യൂറൽ ആൻഡ് ദിസ് വൺ എൻഡോക്രൈൻ ഗ്ലാൻസ്. പിന്നെ തേഴ്സ്ഡേ വി ആർ ഹാവിങ് എക്സ്ക്രീറ്ററി ആൻഡ് ലോക്കോമോഷൻ. ഓക്കെ, അപ്പോൾ ആ ചാപ്റ്റർ കഴിഞ്ഞു, ലോക്കോമോഷനും എക്സ്ക്രീറ്ററി. പിന്നെ തേഴ്സ്ഡേ ആണോ ഫ്രൈഡേ ആണോ ടീച്ചർ? തേഴ്സ്ഡേ തരാം. തേഴ്സ്ഡേ ഫ്രൈഡേ എന്നാ വേണ്ട പറയൂ? ട്യൂസ്ഡേ ഒരു പരീക്ഷ, ട്യൂസ്ഡേ ഒരു പരീക്ഷ. ഫ്രൈഡേ വേണോ തേഴ്സ്ഡേ വേണോ? ഫ്രൈഡേ മതി. ഫ്രൈഡേ മതിയോ? ഓക്കെ, ശരി. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് തേഴ്സ്ഡേ ഫ്രൈഡേ. അപ്പോൾ ടൈമിംഗ് എങ്ങനെയാണ് വേണ്ടത് ഞങ്ങൾക്ക്? എത്ര മണിക്കാണ് ഞാൻ വാട്സപ്പ് ചെയ്യേണ്ടത്? ടീച്ചർ ഈവനിങ് മതി ടീച്ചർ. അപ്പോൾ ഈവനിങ് എത്ര മണിക്ക്? ഒരു 7 മണിക്ക് ഞാൻ വാട്സപ്പ് ചെയ്യട്ടെ? നെറ്റ് കിട്ടും എല്ലാവർക്കും? All of you will get net? ടീച്ചർ 7:50 കിട്ടോ ടീച്ചർ? 7:15 15. 15. പ്രയർ ടൈം ആണ് അതാണോ ടീച്ചർ? ഞങ്ങൾക്ക് പ്രയറൊക്കെ ഉണ്ടാവും അല്ലേ ആ സമയത്ത്. അപ്പോൾ 7:15 ഓക്കെ ആണോ എല്ലാവർക്കും? അപ്പോൾ ട്യൂസ്ഡേ ഒരു പരീക്ഷ, വെള്ളിയാഴ്ച ഒരു പരീക്ഷ, അടുത്ത ആഴ്ച. അതിൻ്റെ അടുത്ത ആഴ്ച മൺഡേ പരീക്ഷ തട്ടെ. ബോഡി ഫ്ലൂയിഡ് അടുത്ത ആഴ്ച പറയാം മാം, എല്ലാം കൂടി കൺഫ്യൂഷൻ ആവും. ശരിയാണ്. ഓക്കെ, അത് കറക്റ്റ്. ബിക്കോസ് അപ്പോഴേക്ക് ഇനി വേറെ വല്ല സബ്ജക്റ്റ് ഒക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോഴല്ലേ അറിയുള്ളൂ അല്ലേ? ചിലപ്പോൾ എല്ലാ മൺഡേയും മാത്സ് ആയിരിക്കും ടീച്ചർ ടെസ്റ്റ്. അപ്പം എന്നാൽ മൺഡേ ഒന്ന് ഒഴിവാക്കാം. നമുക്ക് എല്ലാ ട്യൂസ്ഡേയും ഫ്രൈഡേയും സാറ്റർഡേയും ഫിസിക്സ് ഉണ്ട് മാം. അപ്പം നമുക്ക് ട്യൂസ്ഡേയും ഫ്രൈഡേയും ഫിക്സ് ചെയ്യാം. അതാണ്. പക്ഷെ ഫ്രൈഡേ, അടുത്ത ഫ്രൈഡേ ആണെങ്കിൽ മൊഹറം എന്തോ വരുന്നുണ്ട്. തേഴ്സ്ഡേ ആക്കിക്കോ മാം, കുഴപ്പമില്ല. ആ ആഴ്ച നമുക്ക് തേഴ്സ്ഡേ ആക്കാം. തേഴ്സ്ഡേ ആക്കാം. എല്ലാ തേഴ്സ്ഡേ ആക്കാം ടീച്ചർ. തേഴ്സ്ഡേ ആക്കണമെങ്കിൽ ആക്കാം. അപ്പോൾ ട്യൂസ്ഡേ തേഴ്സ്ഡേ ഓക്കെ കേട്ടാ? ട്യൂസ്ഡേയും തേഴ്സ്ഡേയും. പിന്നെ അത് കഴിഞ്ഞാൽ ഞാൻ ഈ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കിൾ അങ്ങനെ പറയാം. നമ്മളിപ്പോൾ എന്തായാലും ഈ 2 പരീക്ഷ എഴുതിയിട്ട് എന്നിട്ട് ബാക്കി 2 പറയാം. അപ്പോൾ എല്ലാവരും കേട്ടുമല്ലോ. ഞാൻ ഇതിലൂടെ നമ്മുടെ ബയോളജി സുവോളജി നോട്ട്സിലൂടെ അതിലൂടെ ഡിസോർഡേഴ്സ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം. യു മസ്റ്റ് ഹാവ് ഹേർഡ് ഓഫ് ഹൈപ്പർ ടെൻഷൻ. ഹൈ ബി പി ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ഹൈ ബി പി എന്നൊക്കെ പറയണത്. സോ ഹൈപ്പർ ടെൻഷൻ ഇസ് എ ടേം ഫോർ ബ്ലഡ് പ്രഷർ ദാറ്റ് ഇസ് ഹയർ ദാൻ നോർമൽ. അതാണ് 120/80. അതാണ് നമ്മൾ നോർമൽ ബി പി എന്ന് പറയണത്. സ്പിഗ്മോ മാനോമീറ്റർ ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യണത്. ഇൻ ദിസ് മെഷർമെൻറ്റ് 120 mm ഓഫ് മെർക്കുറി ഈസ് എ സിസ്റ്റോളിക്. അത് പറഞ്ഞാൽ പമ്പിങ് പ്രഷർ. 80 mm മെർക്കുറി ഈസ് എ ഡയാസ്റ്റോളിക്. അതാണ് റെസ്റ്റ് ചെയ്യണത്. പമ്പ് ചെയ്യുന്ന പ്രഷറിനെ നമ്മൾ എന്ത് പ്രഷർ എന്ന് പറയും? ഇറ്റ് ഈസ് കോൾഡ് പമ്പിങ്ങിന് സിസ്റ്റോളിക് എന്ന് പറയും. റെസ്റ്റ് എടുക്കുന്ന പ്രഷറിന് ഡയാസ്റ്റോളിക് എന്ന് പറയും. If repeated checks of blood pressure of an individual is 140 to 90, അപ്പോൾ 120 to 80 പകരം 140 to 90 കാണിച്ചാൽ ഹൈപ്പർ ടെൻഷനാണ്, ഹൈ ബി പി ആണ്. സോ ഹൈ ബ്ലഡ് പ്രഷർ ക്യാൻ ലീഡ് ടു ഹാർട്ട് ഡിസീസ് ആൻഡ് ഓൾസോ അഫക്റ്റ് ബ്രെയിൻ ആൻഡ് കിഡ്നി. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇതിൻ്റെ എപ്പോഴും കൺട്രോളായിരിക്കണം നമ്മൾ ബ്ലഡ് പ്രഷർ, ബി പി. കൊറോണറി ആർട്ടറി ഡിസീസ്, അതിനെ CAD എന്ന് പറയും, CAD. കൊറോണറി ആർട്ടറി ഡിസീസ് ഓഫൺ റെഫേർഡ് ടു ആസ് ആർട്ടീരിയോസ്ക്ലീറോസിസ്. എന്താണ് അതിന് പറയുന്നത്? ആർട്ടീരിയോസ്ക്ലീറോസിസ്. ദാറ്റ് മീൻസ് ദ ബ്ലഡ് വെസൽ സപ്ലൈങ് ബ്ലഡ് ടു ദ ഹാർട്ട് മസിൽ, ദേ ആർ അഫക്റ്റഡ്, ദേ ആർ ഹാവിങ് ഡെപ്പോസിഷൻ ഓഫ് കാൽഷ്യം, ഫാറ്റ്, കൊളസ്ട്രോൾ ആൻഡ് ഫൈബ്രസ് ടിഷ്യൂ. അപ്പോൾ ഈ ആർട്ടറീസിൻ്റെ ലൂമൻ പറഞ്ഞാൽ അതിൻ്റെ സ്പേസ്, ബ്ലഡ് കടന്നു പോകുന്ന സ്പേസ് കുറഞ്ഞു. സോ ദാറ്റ് ഈസ് വൈ ദിസ് ഇസ് കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയും. CADനെ ആർട്ടീരിയോസ്ക്ലീറോസിസ് എന്നും പറയും. പിന്നെ ആൻജിന നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആൻജിന പെക്ടോറിസ്. അപ്പോൾ ഇത് നല്ല അക്യൂട്ടായിട്ട് നെഞ്ഞുവേദന വരിക, ചെസ്റ്റ് പെയിൻ.
which appears when no enough oxygen is reaching the heart muscle. ഹാർട്ട് മസിലേക്ക് ഓക്സിജൻ കുറയുമ്പോൾ നമുക്ക് അക്യൂട്ടായിട്ട് ഒരു നെഞ്ഞുവേദന വരും. Angina can occur in men and women of any age, but it is more common among the middle-aged and elderly. It occurs due to the condition that affect the blood flow. ഇപ്പോൾ ബ്ലഡ് ഫ്ലോ ശരിക്കും വരാണ്ടാവുമ്പോൾ ഹാർട്ടിൽ ബ്ലഡ് ഫ്ലോ വരാണ്ടാകുമ്പോൾ നമുക്ക് നല്ല വേദന വരും. അതിൻ്റെ പേരാണ് ആൻജിന. പിന്നെ ഹാർട്ട് ഫെയിലിയർ we have already known. It means a state of heart when it is not pumping blood effectively enough to meet the needs of the body. Sometimes it's called congestive heart failure because congestion of the lungs is a main symptom of the disease. നമ്മളുടെ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ലങ്സിൽ നമുക്ക് അവർക്ക് ഓക്സിജൻ സപ്ലൈ ചെയ്യാൻ പറ്റാണ്ടാകുമ്പോൾ ഹാർട്ടിൻ്റെ ഫങ്ഷനിങ് നിൽക്കും. Heart failure is not the same as cardiac arrest, where the heart stops breathing, or a heart attack when the heart muscle is suddenly damaged by inadequate supply. അപ്പോൾ ഹാർട്ട് ഫെയിലിയർ എന്ന് പറയണത് ഇത് ജസ്റ്റ് ലങ്സിലേക്ക് ഓക്സിജൻ കിട്ടാണ്ട് ഹാർട്ടിന് ഓക്സിജൻ വരാണ്ടാകുമ്പോൾ തൽക്കാലം അത് നിൽക്കുകയാണ്. ഫങ്ഷനിങ് വിൽ ബി സ്റ്റോപ്ഡ് ഇൻ ദ ബോഡി. അപ്പോൾ ഇത് 3 പഠിക്കണം. പിന്നെ അടുത്തത് ECG, page number 285. ECG, it is called electrocardiograph. So we know that this electrocardiograph, ഞങ്ങൾ ഹോസ്പിറ്റലൊക്കെ പോയാൽ ഞങ്ങൾ ആ മെഷീൻ കണ്ടിട്ടുണ്ടാവും. ആ മെഷീൻ സ്ക്രീനും കാണാം. അതിൽ പി 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 എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതാണ് ഇലക്ട്രോകാർഡിയോഗ്രാം. ആ ഇൻസ്ട്രുമെൻ്റിൻ്റെ പേര് ഇലക്ട്രോകാർഡിയോഗ്രാഫും ആ വരുന്ന ഗ്രാഫിൻ്റെ പേര് ഇലക്ട്രോകാർഡിയോഗ്രാമും. ഓൾറൈറ്റ്, ദിസ് ഈസ് ഒബ്റ്റെയിൻ, ദാറ്റ് ഈസ് കോൾഡ് ECG എന്ന് നമ്മൾ പറയും. മെഷീൻ്റെ പേരാണ് ഇലക്ട്രോകാർഡിയോഗ്രാഫ്, ഗ്രാഫിൻ്റെ പേരാണ് ഇലക്ട്രോകാർഡിയോഗ്രാം. സോ ദിസ് ഈസ് ഗിവിങ് എ സ്റ്റാൻഡേർഡ് ECG. ഇത് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാൻ നന്നായി പഠിക്കണം കേട്ടോ. അത് അപ്പോൾ ഈ പേഷ്യൻ്റ് ഇസ് കണക്റ്റഡ് ടു ദ മെഷീൻ. കുറച്ച് അതിങ്ങനെ ലീഡ്സ് ആണ്, ഇങ്ങനെ ഓരോ സാധനങ്ങളുണ്ട്, അങ്ങനെ ഒട്ടിപ്പിടിപ്പിക്കും. ടു ഈച്ച് ഓഫ് യുവർ റിസ്റ്റ് ആങ്കിളിലേക്കൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിപ്പിച്ച് എന്നിട്ട് അവർ കിഡ്നിയുടെ ഹാർട്ടിൻ്റെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഫോർ എ ഡീറ്റെയിൽ ഇവാലുവേഷൻ ഓഫ് ദ ഹാർട്ട്സ് ഫംഗ്ഷൻ മൾട്ടിപ്പിൾ ലീഡ്സ് ആർ അറ്റാച്ച് ടു ദ ചെസ്റ്റ് റീജിയൻ. ചെസ്റ്റിലേക്കും കുറച്ച് ഇങ്ങനെ ഈ ഒട്ടിക്കുന്ന സാധനങ്ങൾ ഇവിടെയൊക്കെ വെച്ച് ഒട്ടിക്കുമായിരുന്നു നമ്മുടെ നെഞ്ഞത്തെ റീജിയനിലൊക്കെ. എന്നിട്ട് അവർ ECG നോക്കും മോണിറ്ററിൽ. Each peak in the ECG is identified with a letter from P to T that corresponds to a specific electrical activity of the heart. അപ്പം നിങ്ങൾക്ക് അവിടെ കാണാം P കണ്ടോ, QRST, പിന്നെ ഒരു R എന്ന് കാണണ്ടേ. അപ്പോൾ ഈ P പറയുന്നത് ഒരു വേവ് ആണ്. This P wave is actually representing the electrical excitation for depolarization of the atria. അപ്പോൾ വിച്ച് ലീഡ്സ് ടു കൺട്രാക്ഷൻ. ആദ്യം ബ്ലഡ് വന്ന് ഓറിക്കിൾ നിറയുമ്പോൾ ഓറിക്കിൾ ബ്ലഡ് നിറഞ്ഞ് അവർ ചുരുങ്ങും. ആ ചുരുങ്ങുന്നതാണ് P വേവ് എന്ന് പറയണത്. അത് കഴിഞ്ഞാൽ QRS, ഇത് ഡീപോളറൈസേഷൻ ഓഫ് ദ വെൻട്രിക്കിൾസ്. അപ്പോൾ ഓറിക്കിളിന് ബ്ലഡ് വെൻട്രിക്കിൾ ചുരുങ്ങുകയാണ്. ആ ചുരുങ്ങണ സമയത്ത് പതുക്കെ അങ്ങനെ ചുരുങ്ങാൻ തുടങ്ങും. Q, പിന്നെ R ആകുമ്പോൾ കുറച്ചുകൂടെ ചുരുങ്ങാൻ തുടങ്ങി. S ആകുമ്പോൾ മാക്സിമം വെൻട്രിക്കിൾസ് ചുരുങ്ങിക്കഴിഞ്ഞു. സോ ദ കൺട്രാക്ഷൻ സ്റ്റാർട്ട് ഷോർട്ട്ലി ആഫ്റ്റർ Q ആൻഡ് മാർക്സ് ദ ബിഗിനിങ് ഓഫ് ദ സിസ്റ്റോൾ. പിന്നെ T കണ്ടില്ലേ നിങ്ങൾ, ആ T എത്തുമ്പോൾ വെൻട്രിക്കിൾസൊക്കെ തിരിച്ച് നോർമൽ സ്റ്റേറ്റിലേക്ക് വന്നു. പിന്നെ ബൈ കൗണ്ടിങ് ദ നമ്പർ ഓഫ് QRS കോംപ്ലെക്സ് ദാറ്റ് അക്കർ ഇൻ എ ഗീവൻ ടൈം പീരിയഡ് യു ക്യാൻ ഡിറ്റർമിൻ ദ ഹാർട്ട് ബീറ്റ് റേറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. Since the ECG is obtained from different individuals, the same shape for a given lead configuration, deviation from this shape indicates an abnormality or disease. അപ്പോൾ ഈ QRS ഗ്രാഫ് എന്നൊരു വ്യത്യാസമായി വന്നാൽ നമുക്ക് ചെറുതായിട്ട് ഒരു തകരാറ് ഹാർട്ടിലേക്ക് ഫങ്ഷൻ ഉണ്ട് എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ ഈ ഫിഗർ നന്നായിട്ട് പഠിക്കണം. നെക്സ്റ്റ് ഇസ് എ കാർഡിയാക് സൈക്കിൾ, ദാറ്റ് ഇസ് ഓൺ പേജ് നമ്പർ 284. So how does a heart function? നമ്മുടെ ഹാർട്ട് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യണം? സോ ടു ബിഗിൻ വിത്ത് വി ഹാവ് 4 chambers ഓഫ് ഹാർട്ട്. റിലാക്സ് സ്റ്റേറ്റിൽ 4 ചേമ്പർ, 2 ഓറിക്കിൾസും 2 വെൻട്രിക്കിൾസും. ആസ് എ tricuspid and the bicuspid walls are open, blood from the pulmonary veins and vena cava open into the left and the right ventricles respectively through the left atria and the right atria. അപ്പം നമ്മൾ ഓറിക്കിൾസ് റൈറ്റ് ഓറിക്കിളും ഉണ്ട് ലെഫ്റ്റ് ഓറിക്കിളും ഉണ്ട്.
അപ്പം നമുക്ക് റൈറ്റ് ഓറിക്കിളിലേക്കാണ് ഇംപ്യൂർ ബ്ലഡ് വരുന്നത്. ഇംപ്യൂർ ബ്ലഡ് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരഭാഗത്തുനിന്ന് എല്ലാവിടെ നിന്നും ബ്ലഡ്, ഇംപ്യൂർ ബ്ലഡ് കളക്ട് ചെയ്ത് ഇറ്റ് കംസ് ആൻഡ് ഓപ്പൺസ് ടു യുവർ റൈറ്റ് ഓറിക്കിൾ. ദെൻ വെൻ ദ റൈറ്റ് ഓറിക്കിൾ ഗെറ്റ്സ് ഫിൽഡ്, ആ ബ്ലഡിനെ കൊണ്ടുവരുന്ന ബ്ലഡ് വെസൽ പേര് വീന കാവ. വീന കാവ വന്നു, ഇതൊക്കെ ആർട്ടറീസിൽ വന്നു ബ്ലഡ്, ആർട്ടറീസ് മുഴുവൻ ബ്ലഡ് കൊണ്ട് നിറഞ്ഞു. അപ്പം അതൊന്ന് ചുരുങ്ങും. അപ്പം അത് ചുരുങ്ങുമ്പോൾ റൈറ്റ് സൈഡിൽ കൂടി കടന്നു പോകുന്നത് ട്രൈകസ്പിഡ് വാൾ. അത് പറഞ്ഞാൽ ഓറിക്കിൾസിൻ്റെ ആ വാൾവിൽ 3 ലെയർ പറഞ്ഞാൽ 3 ഓപ്പണിംഗ് ഉണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ പേര് ട്രൈകസ്പിഡ് വാൾ. അത് കഴിഞ്ഞാൽ പിന്നെ അത് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വന്നു. റൈറ്റ് വെൻട്രിക്കിളിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഒന്നും കൂടെ ചുരുങ്ങും. ഇത് ചുരുങ്ങണ സമയത്ത് ബ്ലഡിന് എവിടേക്കാണ് പമ്പ് ചെയ്യണത്? ഇറ്റ് വിൽ ബി പമ്പ്ഡ് ഇൻ ടു ദ ഇംപ്യൂർ ആയതുകൊണ്ട് പൾമണറി ആർട്ടറി. പൾമണറി ആർട്ടറി ഇതിനെ പമ്പ് ചെയ്തിട്ട് ലങ്സിലേക്ക് കൊണ്ടുപോകും. ലങ്സ് അവിടെ എന്ത് ചെയ്യും? ഇതിനെ പ്യൂരിഫൈ ചെയ്ത് ഓക്സിജനേറ്റ് ചെയ്തിട്ട് തിരിച്ച് പൾമണറി വെയിന് കൂടി കടത്തിവിടും. ആ പൾമണറി വെയിന് വന്നിട്ട് ലെഫ്റ്റ് ഓറിക്കിളിൽ ഓപ്പൺ ചെയ്യും. പിന്നെ ഈ ലെഫ്റ്റ് ഓറിക്കിളിൽ ബ്ലഡ് നിറഞ്ഞ ബൈകസ്പിഡ് 2 ഫ്ലാപ്പുള്ള വാൾവുണ്ട്, അതിൽ കൂടി കടന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് വരും. ലെഫ്റ്റ് വെൻട്രിക്കിൾ ചുരുങ്ങുമ്പോൾ അയോട്ടയ്ക്ക് ബ്ലഡിനെ പമ്പ് ചെയ്യും. അയോട്ട എല്ലാ പാർട്സ് ഓഫ് ദ ബോഡിയിലേക്കും കൊടുക്കും. അപ്പോൾ ദാറ്റ് ഈസ് വാട്ട് ഇസ് കോൾഡ്, ദാറ്റ് ഈസ് ഹൗ ദ കാർഡിയാക് സൈക്കിൾ കണ്ടിന്യൂസ്. ഓൾറൈറ്റ്. അപ്പം നമ്മൾക്ക് 2 സാന് AVN ഉണ്ട്. സാൻ എന്ന് പറയണത് it is which is generating an action potential which stimulates both the atria to undergo contraction. 2 ഓറിക്കിൾസും ഒപ്പം ചുരുങ്ങാൻ വേണ്ടി ഇൻഫർമേഷൻ കൊടുക്കുന്ന ഒരു റീജിയനാണ് സാൻ. അത് റൈറ്റ് ഓറിക്കിളിലാണ് ഇരിക്കുന്ന ആ ഭാഗം. ദിസ് ഇൻക്രീസ് ദ ഫ്ലോ ഓഫ് ബ്ലഡ് ഫ്രം ദ വെൻട്രിക്കിൾസ് ബൈ 30%. പിന്നെ വെൻട്രിക്കിളിൻ്റെ അവിടെ ഉള്ളതാണ് AVN. പിന്നെ AVN ആണ് ബണ്ടിൽ ഓഫ് ഹിസ് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ഫൈബേഴ്സ് ഉണ്ട്. അത് പുർക്കഞ്ചി ഫൈബേഴ്സ് എന്ന് പറയും. അവരും കൂടി ചേർന്നിട്ടാണ് ഒരു ഹാർട്ടിൻ്റെ റിലാക്സേഷനും ഒരു ഹാർട്ടിൻ്റെ കൺട്രാക്ഷനും നടത്തുന്നത്. പിന്നെ നമുക്കറിയാം വാൾവുകൾ ട്രൈകസ്പിഡും ബൈകസ്പിഡ് വാൾവും. ഓൾറെഡി റൈറ്റ് ഓറിക്കിളിന് ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിൾ വന്ന് തിരിച്ച് ഓറിക്കിളിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോഴേക്ക് ഈ അടപ്പ് വന്ന് അടയ്ക്കും. അതുപോലെ ലെഫ്റ്റ് ഓറിക്കിളിന് ലെഫ്റ്റ് വെൻട്രിക്കിൾ ബ്ലഡ് വന്നാൽ ബ്ലഡിന് തിരിച്ച് വീണ്ടും പോകാൻ പറ്റില്ല. അവിടെ ആ വാൾവ് ക്ലോസ് ചെയ്യും. പിന്നെ ഈ പൾമണറി ആർട്ടറിയും അതുപോലെ തന്നെ അയോർട്ടയുടെയും ബേസിലുള്ള വാൾവിൻ്റെ പേരാണ് സെമി ലൂണാർ വാൾ. നമ്മളെ മൂണിൻ്റെ പകുതി മൂണാണ് അതിൻ്റെ ഷേപ്പ്. സോ ഇറ്റ് ഈസ് കോൾഡ് സെമി ലൂണാർ വാൾ. അപ്പോൾ ഇത് 2. അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു കാർഡിയാക് സൈക്കിൾ നടന്നുകൊണ്ടിരിക്കുന്നത്. The sequential event in the heart which is cyclically repeated is called the cardiac cycle. It consists of systole as well as diastole. അപ്പോൾ ഹാർട്ട് ബീറ്റ് 72 times per minute ആണ്. ഒരു മിനിറ്റ് ഹാർട്ട് നമ്മൾ ബീറ്റ് ചെയ്യണം. From this you can deduce the duration of a cardiac cycle is only 0.8 seconds. ഒരു വെൻട്രിക്കിൾ പമ്പ് ചെയ്തിട്ട് 70 ml ബ്ലഡാണ് പുറത്തേക്ക് കൊടുക്കുന്നത്. ദാറ്റ്സ് കോൾഡ് സ്ട്രോക്ക് വോള്യൂം. ഈ സ്ട്രോക്ക് വോള്യൂം മൾട്ടിപ്ലൈഡ് ബൈ ദ ഹാർട്ട് ബീറ്റ് റേറ്റ്, അതിനെയാണ് നമ്മൾ കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയണത്. Therefore, the cardiac output is defined as a volume of blood pumped out each time by the ventricle. അതൊരു 5000 ml അല്ലെങ്കിൽ 5 ലിറ്റർ ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിൽ നിന്ന് പമ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കും. So the body has ability to alter the stroke volume as well as the heart rate. And then അതിനെയാണ് നമ്മൾ കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. The cardiac output of an athlete പറഞ്ഞാൽ നല്ലോണം എക്സസൈസൊക്കെ ചെയ്യുന്നവർക്ക് will be higher than that an ordinary man. അപ്പോൾ ഓരോ കാർഡിയാക് സൈക്കിളിലും 2 സൗണ്ടാണ് നമുക്ക് കിട്ടുന്നത്. ആദ്യത്തെ സൗണ്ട് ലബ്ബെന്നും അടുത്ത സൗണ്ട് ടബ്ബെന്നും. അപ്പോൾ ലബ്ബെന്ന് വരുന്ന സൗണ്ട് ട്രൈകസ്പിഡ് വാൾവ് ക്ലോസ് ചെയ്യുമ്പോൾ, ഡബ്ബെന്നുള്ള സൗണ്ട് ബൈകസ്പിഡ് വാൾവ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് 2 ക്ലോഷർ, പിന്നെ സെമിലൂണാർ വാൾസും ക്ലോസ് ചെയ്യുമ്പോഴാണ് ഈ 2 സൗണ്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് കാർഡിയാക് സൈക്കിൾ. പിന്നെ ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം.
നമ്മുടെ ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ വി ആർ ഹാവിങ് ദ blood circulatory system which consists of the 4 chambered heart. പിന്നെ ബ്രാഞ്ചിങ് നെറ്റ്വർക്ക് ഓഫ് ബ്രാഞ്ചിങ് ഓഫ് ബ്ലഡ് ഉണ്ട്. പിന്നെ ഫ്ലൂയിഡ് വിച്ച് സർക്കുലേറ്റഡ്. ഇതെല്ലാ കാര്യങ്ങളും നമ്മളുടെ ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ബോഡിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇറ്റ് is called a cardiac output എന്ന് പറയും നമ്മളതിനെ. ഓക്കെ, അതിനെന്താ പറയുക? cardiac output. What is it called? cardiac output. പിന്നെ ഇതിനെ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയും. നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ നടക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പം നമ്മളുടെ ഇതിൽ ഓറിക്കിൾസ് ഉണ്ട്, നമുക്ക് വെൻട്രിക്കിൾസ് ഉണ്ട്. പിന്നെ നമുക്ക് ഓറിക്കിൾസും വെൻട്രിക്കിൾസും ഹാർട്ട് ഒരു നമ്മളെ കുറച്ച് തൊറാസിക് ക്യാവിറ്റി കുറച്ച് ലെഫ്റ്റ് സൈഡാണ്. ഇറ്റ് ഈസ് ആക്ച്വലി ലൊക്കേറ്റഡ് ആൻഡ് ദെൻ ഇറ്റ് ഈസ് എ സൈസ് ഓഫ് എ ഫിസ്റ്റ്. ഫിസ്റ്റ് പറഞ്ഞാൽ നമ്മൾ കൈ ഇങ്ങനെ മടക്കി വെച്ചാൽ നമ്മളുടെ ഫിസ്റ്റിൻ്റെ അത്രയേ ഉള്ളൂ സൈസ്. ഡബിൾ വാൾ മെംബ്രെയിൻ ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് പെരികാർഡിയം. നമ്മുടെ ഹാർട്ടിനെ 2 ലെയർ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് പെരികാർഡിയം. പിന്നെ ഹാർട്ടിന് 4 ചേമ്പർ, 2 ഓറിക്കിൾസും 2 വെൻട്രിക്കിൾസും കേട്ടോ. അങ്ങനെയാണ്. പിന്നെ നമ്മളുടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ ഇസ് 3 times thicker than the right ventricle because അവിടുന്നാണ് ബ്ലഡ് ഹൈ പ്രഷറിൽ അയോട്ടയ്ക്ക് പമ്പ് ചെയ്തിട്ട് എല്ലാ ബോഡി വെസൽസ് ബ്ലഡ് വെസൽസിലേക്ക് എത്തണം, ബോഡി പാർട്സിലേക്ക്. അപ്പോൾ അവർക്ക് പ്രഷർ കൂടുതൽ വേണം. അതുകൊണ്ടാണ് ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ ഇസ് 3 times thicker than the റൈറ്റ് വെൻട്രിക്കിൾ. പിന്നെ നമുക്ക് 3 വാൾവ് ഉണ്ട്. ട്രൈകസ്പിഡ് വാൾവ്, ബൈകസ്പിഡ് വാൾവ്, അതുപോലെ സെമിലൂണാർ വാൾവ്. അപ്പോൾ ഇതൊക്കെ പിന്നെ സെമിലൂണാർ വാൾവ് പറയുന്നത് നമ്മൾ അയോർട്ടയുടെ ബേസിലും പൾമണറി ആർട്ടറി ബേസിലാണ് ഉള്ളത്. ദ വാൾസ് ഇൻ ദ ഹാർട്ട് അലൗസ് എ ഫ്ലോ ഓഫ് ബ്ലഡ് ഓൺലി ഇൻ 1 direction. ഓറിക്കിളിൽ നിന്ന് വെൻട്രിക്കിളിലേക്ക് ബ്ലഡ് വന്ന് വെൻട്രിക്കിളിൽ നിന്ന് ഓറിക്കിളിലേക്ക് തിരിച്ച് ബ്ലഡ് പോകാൻ പറ്റില്ല, അവർ സമ്മതിക്കില്ല. ബാക്ക്വേർഡ് ഫ്ലോ ഓഫ് ബ്ലഡ് വിൽ ബി സ്റ്റോപ്പ്. പിന്നെ നമുക്കുള്ളത് SAN സാനും AVN, ദാറ്റ് ഈസ് ഏട്രിയോ വെൻട്രിക്കുലർ നോഡ്. എൻ്റെ ഹാർട്ട് മസിലിൻ്റെ പേരാണ്, ഇറ്റ്സ് മേഡ് അപ്പ് ഓഫ് cardiac muscle. The walls of the ventricle are much thicker than the auricle. A specialized cardiac musculature called the nodal tissue is distributed in the heart. അവിടെ upper corner of the right atrium അതുള്ളതിനെ സാൻ എന്ന് പറയും. പിന്നെ ഒരു ടിഷ്യൂ ലോവർ കോർണർ റൈറ്റ് ഏട്രിയത്തിൻ്റെ കോർണറിലുള്ളത് AVN, അതാണ് ഏട്രിയോ വെൻട്രിക്കുലർ നോഡ്. പിന്നെ അവിടുന്ന് എ ബണ്ടിൽ ഓഫ് നോഡൽ ഫൈബേഴ്സ്, that is AV bundle, continues from the AVN which causes the atrioventricular septa. അതാണ് ഇങ്ങനെ ബ്രാഞ്ച് ചെയ്ത് പോകുന്നത്. അതിനെ നമ്മൾ പുർക്കഞ്ചി ഫൈബേഴ്സ് എന്ന് പറയും. These fibers along with right and left bundles are known as bundle of His. അപ്പോൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കൂടിയുള്ള പറയുമ്പോൾ നമ്മളതിനെ bundle of His എന്ന് പറയും. The nodal musculature has ability to generate action potentials without any external stimuli. അപ്പോൾ ഇവിടെ ആക്ഷൻ പൊട്ടൻഷ്യൽസ് ജനറേറ്റ് ചെയ്യണത് നമ്മളുടെ ഈ സാനാണ്. ഇതാണ് മാക്സിമം ജനറേറ്റ് ചെയ്യണത്, ഇനിഷ്യേറ്റിംഗ് ദ റിത്തമിക് കൺട്രാക്ഷൻ ഓഫ് ദ ഹാർട്ട്. അതുകൊണ്ട് ഇറ്റ് ഈസ് കോൾഡ് ദി പേസ് മേക്കർ. അപ്പോൾ ഇത് 70 to 75 ടൈംസ് ആണ് ഒരു മിനിറ്റിൽ ഏതാണ്ട് ബീറ്റ് ചെയ്യണത്. So that is called pacemaker. Some people have problem in the pacemaker, so artificially it is placed. നമ്മുടെ ചെസ്റ്റ് വാൾവിൽ റൈറ്റ് ഏട്രിയത്തിൻ്റെ അവിടെ ഇതൊരു കാൽക്കുലേറ്ററിൻ്റെ അത്ര മോഡലിൽ അതിനെ അവിടെ ഒട്ടി നമ്മളിങ്ങനെ അവിടെ അറ്റാച്ച് ചെയ്ത് വെക്കും നമ്മൾ സർജറി ചെയ്തിട്ട്. അതിനാണ് ആർട്ടിഫിഷ്യൽ പേസ് മേക്കർ എന്ന് പറയുന്നത്. പിന്നെ കോagulation ഓഫ് ബ്ലഡ്. കോagulation പറഞ്ഞാൽ ബ്ലഡ് കട്ട കുത്തുക. നമ്മൾ 2 ബ്ലഡ് ഗ്രൂപ്പ് വേറെ ആയാൽ തീർച്ചയായിട്ടും അവിടെ ബ്ലഡ് ഇതാവും. അതുകൊണ്ട് നമ്മൾ കോagulation എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മളെ ബ്ലഡിനെ നമ്മളെ ബോഡി ഒരു മുറിവ് വന്നാൽ എങ്ങനെയാണ് ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നത്.
ഇപ്പം ഞങ്ങൾക്ക് കയ്യിലൊരു മുറിവായി, അപ്പം ഞങ്ങളുടെ ശരീരത്തിൽ മുഴുവൻ ബ്ലഡ് വരില്ല, കുറച്ച് നേരം ബ്ലീഡിങ് ഉണ്ടാവും, അത് കഴിഞ്ഞാൽ ബ്ലഡ് സ്റ്റോപ്പ് ചെയ്യും. അതാണ് കോഗുലേഷൻ അല്ലെങ്കിൽ ക്ലോട്ടിങ് ഓഫ് ബ്ലഡ് എന്ന് പറയുന്നത്. സോ വാട്ട് ഹാപ്പൻസ് ഇസ്, നമ്മൾക്ക് ഒരു മുറിവോ എന്തെങ്കിലും വന്നാൽ അവിടുന്ന് അപ്പം തന്നെ ഒരു കോഗുലം ഫോം ചെയ്യും. ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് നെറ്റ്വർക്ക് ഓഫ് ത്രെഡ്സ്. അതിൻ്റെ പേരാണ് ഫൈബ്രിൻ. അപ്പോൾ ഈ ഫൈബ്രിന് ഇതിനൊരു നെറ്റ്വർക്കായി ഫോം ചെയ്തിട്ട് നമ്മളുടെ ഒരു പ്രോട്ടീൻ, പ്ലാസ്മ പ്രോട്ടീൻ ഫൈബറിനോജന് ഒരു എൻസൈമിൻ്റെ മൂലം ത്രോംബിനായി മാറ്റി ത്രോംബിൻസ് ആർ ഫോം ഫ്രം ദ ത്രോംബിൻ. അപ്പോൾ ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ thrombokinase is required for the above reaction. This is formed by a series of linked enzyme reaction cascade process involving a number of factors in the plasma. അപ്പോൾ പ്ലാസ്മയും അതുപോലെ പ്ലേറ്റ്ലെറ്റ്സും ഇവരെല്ലാവരും കൂടിയിട്ടാണ് ഈ കോഗുലേഷന് സഹായിക്കുന്നത്. അതാണ് മെക്കാനിസം ഓഫ് കോഗുലേഷൻ. Certain factors released by the tissue from the injury initiate coagulation. കോഗുലേഷൻ മെയിനായിട്ട് റെസ്പോൺസിബിൾ കാൽഷ്യം ആണ് കേട്ടോ. അതാണ് കോഗുലേഷൻ ഓഫ് ബ്ലഡ്. പിന്നെ RH എന്ന് പറയുന്നത് നമ്മളെ ബ്ലഡിലുള്ളൊരു ഫാക്ടറാണ്, ആൻറ്റിജൻ ഡി. ഇഫ് യു ഹാവ് ആൻറ്റിജൻ ഡി, RH പോസിറ്റീവ്. ഇഫ് യു ഡോണ്ട് ഹാവ് ആൻറ്റിജൻ ഡി, ഇറ്റ് ഇസ് കോൾഡ് RH നെഗറ്റീവ്. അപ്പോൾ ഇതും നമ്മളെ ബ്ലഡിലുള്ളൊരു ഫാക്ടറാണ്. It is called the RH group. കേൾക്കുന്നുണ്ടോ? എനിക്ക് സ്റ്റക്കാവണു ഇവിടെ, എനിക്കിങ്ങനെ നിൽക്കണു, എൻ്റെ വോളിയം അവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിൽക്കണു. അപ്പോൾ എനിക്കൊരു സംശയം നിങ്ങൾക്ക് കിട്ടുന്നില്ലായിരുന്നു. അത് ഈ നെറ്റ് ഇപ്പോൾ ഭയങ്കര മഴ അവിടെ, അപ്പോൾ നെറ്റ് ഇങ്ങനെ അതിൽ വേരിയേഷൻ വരികയാണെന്ന് തോന്നുന്നു. സോ യു ആർ ഏബിൾ ടു ഹിയർ മീ? ഓക്കെ. സോ ദ ബ്ലഡ് ഇസ് ഹാവിങ് ആൻറ്റിജൻ ഡി. അതിൻ്റെ അല്ലെങ്കിൽ നമ്മൾ RH ആൻറ്റിജൻ എന്ന് പറയും. നമ്മളിത് ഓൾറെഡി 10ാം ക്ലാസ്സിൽ പഠിച്ചാണ്. അപ്പം നമുക്ക് ഈ ആൻറ്റിജൻ ഡി ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് RH പോസിറ്റീവ്. ഇഫ് യു ഡോണ്ട് ഹാവ് ദിസ് ആൻറ്റിജൻ ഇറ്റ് ഇസ് കോൾഡ് RH നെഗറ്റീവ്. അങ്ങനെയാണ് രണ്ട് നമ്മളെ ബ്ലഡ് ഗ്രൂപ്പിൽ RH പോസിറ്റീവ്, RH നെഗറ്റീവും. അപ്പോൾ സ്പെസിഫിക് കേസ് ഓഫ് RH, അപ്പം നമ്മൾ ഒരിക്കലും മാച്ച് ചെയ്യാണ്ട് നമ്മൾ ബ്ലഡ് ഒരാൾക്ക് ഡൊണേറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കോഗുലേഷൻ വരും. കോഗുലേഷൻ പറഞ്ഞാൽ ബ്ലഡ് കട്ടകുത്തും. പിന്നെ ഇത് വേറൊരു കണ്ടീഷൻ ഉണ്ട്, എർത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. അതൊരു കണ്ടീഷൻ വെൻ ഫാദർ ഇസ് ആക്ച്വലി RH പോസിറ്റീവ് ആൻഡ് മദർ ഇസ് RH നെഗറ്റീവ്. ആ നേരത്തെ ഫസ്റ്റ് ഡെലിവറി സമയമാകുമ്പോഴേക്കും അമ്മയുടെ ബോഡിയിലത്തെ ബ്ലഡ് പതുക്കെ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്ത് ഈ ഫീറ്റൽ ബ്ലഡിനെ നശിപ്പിക്കാൻ നോക്കുമ്പോഴേക്കും പ്രസവം കഴിയും. രണ്ടാമത്തെ പ്രാവശ്യം അമ്മ കൺസീവ് ചെയ്യുമ്പോൾ ഉടനെ തന്നെ ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് ഈ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തതിനൊക്കെ കളയണം. കളഞ്ഞില്ലെങ്കിൽ ദ മദർ വിൽ ഡൈ ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ബ്ലൂ ബേബി. അപ്പോൾ ഇതാണ് എർത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്, where the father is positive and mother is RH negative. Automatically Gregor Mendel പറഞ്ഞ പോലെ the fetus which is going to grow will be RH positive. അപ്പോൾ അമ്മയുടെ ബ്ലഡ് നെഗറ്റീവും കുട്ടിയുടെ ബ്ലഡ് പോസിറ്റീവ് ആകുമ്പോൾ കുട്ടിക്ക് അമ്മയുടെ വൂമ്പിൽ വളരാൻ പറ്റില്ല. അപ്പോൾ അമ്മയുടെ ബ്ലഡ് വന്നിട്ട് ഈ കുട്ടിയുടെ ബ്ലഡിനെ നശിപ്പിക്കും. അതാണ് എർത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. ഇറ്റ്സ് കോൾഡ് എർത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്നാണ് അതിന് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് അങ്ങനത്തുള്ള അമ്മമാർക്ക് ഡെലിവറി സമയത്ത് ഇതിനൊരു ഇഞ്ചക്ഷൻ ഉണ്ട്, RH ഇഞ്ചക്ഷൻ. ആ ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് അതിനെ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിച്ച് കളയാം നമ്മുടെ ബോഡിയിൽ നിന്ന്. പിന്നെ ഇത് ഫോം ചെയ്യുമ്പോഴേക്കും അടുത്ത സെക്കൻഡ് ഡെലിവറി വിൽ ഓൾസോ ബി ഓവർ. പിന്നെ ബ്ലഡ് ഗ്രൂപ്പിംഗ്, ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചാണ്. നമുക്ക് 4 തരത്തിലുള്ള ബ്ലഡാണ്, AB, AB and O. ഇത് പ്രസൻസും ആബ്സെൻസ് ഓഫ് സർഫേസ് ആൻറ്റിജൻസ് അടിസ്ഥാനത്തിലാണ്. അപ്പോൾ പ്ലാസ്മ പറയുന്ന ലിക്വിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ്, സോളിഡ് പാർട്ടിനാണ് നമ്മൾ റെഡ് ബ്ലഡ് കോർപ്പസെൽസ് ഇല്ലെങ്കിൽ അതിനെ റെഡ് ബ്ലഡ് സെൽസ് എന്നും പറയും. അപ്പോൾ 4 ബ്ലഡാണ്, ഗ്രൂപ്പാണ് AB, ABO and O. So we know during blood transfusion any blood cannot be used. എപ്പോഴും ഡോണറിനെയും റിസീവ് ചെയ്യാൻ ആളുടെ ബ്ലഡ് ക്ലംപ് ചെയ്യാൻ പാടില്ല. ക്ലംപ് പറഞ്ഞാൽ കട്ട കുത്താൻ പാടില്ല. അത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ നോക്കാൻ. അതിനെയാണ് കോമ്പാറ്റബിലിറ്റി എന്ന് പറയും.
ഈ ടേബിൾ നന്നായി പഠിക്കണം. ഇപ്പോൾ എ ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ആൻറ്റിജൻ എ ആണ്, ആൻറ്റിബോഡി ബി ആണ്. അവർക്ക് ആർക്കൊക്കെ കൊടുക്കാം? എ ബ്ലഡ് ഗ്രൂപ്പിനും കൊടുക്കാം, ഒ ബ്ലഡ് ഗ്രൂപ്പിനും കൊടുക്കാം. ബി ബ്ലഡ് ഗ്രൂപ്പ് ബി ആൻറ്റിജനും എ ആൻറ്റിബോഡി അവർക്ക് ആർക്കൊക്കെ കൊടുക്കാം? ബി ബ്ലഡ് ഗ്രൂപ്പുകാർക്കും ഒ ബ്ലഡ് ഗ്രൂപ്പിനും അവർക്ക് കൊടുക്കാം. എ ബി ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് എയും ബിയും ആൻറ്റിജൻസ് ആൻറ്റിബോഡീസേ ഇല്ല. അതുകൊണ്ട് അവർക്ക് ആർക്ക് വേണമെങ്കിൽ ബ്ലഡ് കൊടുക്കാം. എന് കൊടുക്കാം, ബിന് കൊടുക്കാം, എ ബിക്ക് കൊടുക്കാം, ഒന് കൊടുക്കാം. ഒ ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ആൻറ്റിജൻസേ ഇല്ല, ഓൺലി ദേ ഹാവ് ആൻറ്റിബോഡീസ്. അപ്പോൾ അവർക്ക് ഒ ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് മാത്രമേ ബ്ലഡ് കൊടുക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് ഒ ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് എന്തില്ല? ആൻറ്റിബോഡീസ് ഇല്ല. അതുകൊണ്ട് അവർക്ക് മാത്രമേ അത് കൊടുക്കാൻ പറ്റുള്ളൂ. So from the above mentioned table we know O blood can donate to persons with any other blood group and hence O blood group is called universal donor. O blood group ne universal donor പറയും, AB blood group വരെ universal recipient എന്ന് പറയും. അപ്പോൾ ഇതുവരെയൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഉള്ളത് ഫോക്കസ് ഏരിയ. അപ്പം ഇനി നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ കുറേ പേര് നെറ്റില്ലാണ്ട് ലീവായി പോണു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ